കരാർ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 സമാനമായ പരസ്പര പ്രതിരോധ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് മക്ക കരാർ രൂപം കൊണ്ടിരിക്കുന്നത്. ലോകത്ത് അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഓഗസ്റ്റ് 7 നടന്ന സൗദി, തുർക്കി, പാകിസ്ഥാൻ രാജ്യങ്ങളുടെ ഈ പുതിയ കരാർ. ഇതൊരു ഇസ്ലാമിക് നാറ്റോയ്ക്കാണോ വഴി തുറക്കുന്നതെന്ന സംശയമാണ് ഇപ്പോൾ ലോകത്ത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ സൗദിയും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ പാകിസ്ഥാനും പാശ്ചാത്യ യുദ്ധങ്ങളുടെ മിക്കതിൻ്റെയും മധ്യസ്ഥ സ്ഥാനം വഹിക്കുന്ന തുർക്കിയും ഒരുമിച്ച് നിർമ്മിക്കുന്ന ഈ സഖ്യത്തെ ശ്രദ്ധയോടെയാണ് ഇന്ത്യയും അമേരിക്കയും അടങ്ങുന്ന രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. കരാർ വ്യവസ്ഥ പ്രകാരം 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കിയായിരിക്കും പ്രത്യാക്രമണം നടക്കുക. ഇത്തരമൊരു നടപടിക്കെതിരെ തീർച്ചയായും ഇന്ത്യ ഒന്ന് കരുതിയിരിക്കണം. അതേസമയം പാകിസ്ഥാന്റെ ആഗ്രഹം പോലെ ഇന്ത്യക്കെതിരെ ഒരു സമ്പൂർണ്ണ ആക്രമണം നടക്കാൻ ഒരിക്കലും ഒരു സാധ്യതയുണ്ടാവില്ല. അതിനൊരു കാരണമുണ്ട്. അടുത്ത കാലത്തായി സൗദി ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമായിട്ടുണ്ട്. വരും വർഷങ്ങളിലും അത് ശക്തമാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മക്ക കരാർ പ്രകാരം പാകിസ്ഥാന് നേരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അവിടെ പാകിസ്ഥാന് സഹായവുമായി ഇരു രാജ്യങ്ങളും നിൽക്കേണ്ടി വരും. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി തുർക്കിക്കും സാമ്പത്തിക സഹായങ്ങൾ നൽകി സൗദിക്കും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകേണ്ടി വന്നാൽ സംഘർഷത്തിന്റെ വ്യാപ്തി അവിടെ കൂടും. അപ്പോൾ ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യയും ഇസ്രായേലും എത്തുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ലോക മനസമാധാനത്തെ തന്നെ തകിടം മറിച്ചേക്കാം. 3 ഇസ്ലാമിക് രാജ്യങ്ങൾ തുടങ്ങിയ ഈ സഖ്യത്തിലേക്ക് ഭാവിയിൽ കൂടുതൽ അംഗങ്ങൾ വന്നാൽ അത് ലോകത്തിൽ പുതിയ ഒരു ചേരിയായി മാറും. നിലവിൽ തുർക്കി നാറ്റോയിൽ അംഗമാണെങ്കിലും ഭാവിയിൽ മക്ക സഖ്യം വിപുലപ്പെട്ടാൽ നാറ്റോയിൽ നിന്നും തുർക്കി പിന്മാറിയാലും അതിശയപ്പെടേണ്ട. ചൈന മക്ക സഖ്യത്തിന്റെ ഭാഗമായാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എതിരെയുള്ള വെല്ലുവിളി ശക്തിയാർജിക്കും. മക്കയിൽ നടന്ന ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗൻ എന്നിവരാണ് പുതിയ കരാറിന് നേതൃത്വം നൽകിയത്. മക്ക കരാർ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുക പാകിസ്ഥാനാണ്. കരാറിലൂടെ പാകിസ്ഥാന് തുർക്കിയുമായുള്ള ബന്ധം ഔദ്യോഗികമാക്കാം. കഴിഞ്ഞ വർഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന് വേണ്ടി തുർക്കി ഡ്രോണുകൾ കളത്തിലിറക്കിയിരുന്നു. നിലവിൽ പാകിസ്ഥാന്റെ സൈനിക, സാമ്പത്തിക, സാങ്കേതിക മികവുകളൊക്കെ തന്നെ ഈ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഖ്യത്തിലെ അംഗമെന്ന നിലയ്ക്ക് പാകിസ്ഥാന് സ്വന്തമായൊരു തീരുമാനമെന്നത് സാധ്യമാകണമെന്നില്ല. ഇന്ത്യയുമായി ഇടഞ്ഞാൽ റഷ്യ അടക്കമുള്ള ഭീമന്മാർ വെല്ലുവിളി ഉയർത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ തുർക്കിയും സൗദിയും ഇന്ത്യക്കെതിരെ തിരിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് മക്ക സഖ്യരാജ്യങ്ങളെ അനുസരിക്കേണ്ടി വരും. ഒപ്പം ഇന്ത്യയോടുള്ള ശത്രുതയിൽ നിന്ന് പാകിസ്ഥാന് പിന്മാറേണ്ടിയും വരും. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപ്രധാനമായ തീരുമാനമായിരിക്കും. പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ വ്യാപിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു പുതിയ സഖ്യത്തിന് പ്രാധാന്യം കൂടും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയ്ക്ക് നിലവിലെ യുദ്ധങ്ങളിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതും പശ്ചിമേഷ്യൻ യുദ്ധങ്ങളുടെയൊക്കെ മധ്യസ്ഥ കേന്ദ്രമായി തുർക്കി മാറിയതും മക്ക കരാറിന് ഗുണം ചെയ്യും. അമേരിക്കയുടെ പിന്തുണയോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ തന്നെ ഇത്തരമൊരു കരാറിനെക്കുറിച്ച് 3 രാജ്യങ്ങളും ആലോചിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ തിരിഞ്ഞതാണ് 3 രാജ്യങ്ങളും സംയുക്തമായി ഇത്തരമൊരു കരാറിലെത്താൻ കാരണമായത്. പുതിയ കരാറിലൂടെ സാമ്പത്തികപരമായി മുന്നിൽ നിൽക്കുന്ന സൗദിയും നാറ്റോയിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയായ തുർക്കിയും ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏക ആണവ ശക്തിയും ഇന്ത്യയെപ്പോലൊരു വലിയ ശക്തിയോട് പോരാടി ചരിത്രമുള്ള പാകിസ്ഥാനുമാണ് ഒന്നുചേരുന്നത്. ഇവ 3ഉം ഇസ്ലാമിലെ സുന്നി വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുമാണ്. വൈകാതെ തന്നെ ഈജിപ്തും സഖ്യത്തിന്റെ ഭാഗമായേക്കും. പുതിയ പ്രതിരോധ സഖ്യത്തിന്റെ വളർച്ച എന്തായാലും നാറ്റോയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. പാശ്ചാത്യ യുദ്ധങ്ങളിൽ സമാധാനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് ലോകത്ത് തന്നെ ഈ രാജ്യങ്ങൾക്ക് വലിയൊരു സ്ഥാനം നൽകുമെന്നതും ഉറപ്പാണ്.